Hi students, welcome to Region PSK online classes. Myself Sonny C. Francis, your chemistry teacher. നമ്മൾ ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതിലെ 4 സെഷൻസ് ഇപ്പോൾ കഴിഞ്ഞു. ഇന്ന് ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ സെഷനാണ്. സോ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും ഒപ്പം ക്ലാസ്സിനിടയിൽ ലെക്ചർ നോട്ടായി എഴുതിയെടുക്കാനുള്ള നോട്ടും ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് സെഷൻ അറ്റൻഡ് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ സെഷൻ പാർട്ട് 5 ഓഫ് ഹൈഡ്രജൻ. സോ ടെക്സ്റ്റ് ബുക്കുകളുടെ പേജുകളിലൂടെ നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ പൊസിഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് ഹൈഡ്രജൻ്റെ ഒക്കറൻസ്, അതിൻ്റെ ഐസോട്ടോപ്സ്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ, പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജനിലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും കണ്ട് പിന്നീട് നമ്മൾ ഹൈഡ്രൈഡുകളെ കുറിച്ചെല്ലാം യൂസസ് ഓഫ് ഹൈഡ്രജൻ പഠിച്ചു, ഹൈഡ്രൈഡുകളെ കുറിച്ച് പഠിച്ചു. ഹൈഡ്രൈഡുകളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ വാട്ടറിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ വാട്ടറിൻ്റെ ഒക്കറൻസ്, അതിൻ്റെ സ്ട്രക്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നീട് നമ്മൾ പഠിച്ചു വാട്ടറും ഹെവി വാട്ടറും തമ്മിലുള്ള കമ്പാരിസൺ. ആഫ്റ്റർ ദാറ്റ് വി സ്റ്റഡിഡ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഐസ്, ഐസിന് ഡെൻസിറ്റി എന്തുകൊണ്ടാണ് വെള്ളത്തേക്കാൾ കുറഞ്ഞത്, ഓപ്പൺ കേജ് ലൈക്ക് സ്ട്രക്ചർ ഓഫ് ഐസ്. അതിനുശേഷം നമ്മൾ വെള്ളത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടല്ലോ? ആ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ആംഫോട്ടറിക് നേച്ചർ ഓഫ് വാട്ടറിനെ പറ്റി പറഞ്ഞു. വെള്ളത്തിന് ആസിഡിൻ്റെ കൂടെ ബേസായും ബേസിൻ്റെ കൂടെ ആസിഡായും ആക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ കാര്യം. അതിനുശേഷം നമ്മൾ വെള്ളത്തിൻ്റെ റിഡോക്സ് റിയാക്ഷൻസ് കണ്ടു. വെള്ളത്തിന് റിഡക്ഷനും ഓക്സിഡേഷനും സംഭവിക്കുന്ന കേസുകൾ നമ്മൾ കണ്ടു. ആൻഡ് നൗ വി റീച്ച് ദറ്റ് ഹൈഡ്രോളസിസ് റിയാക്ഷൻ. ഹൈഡ്രോളസിസ് റിയാക്ഷൻ ഓൺവേർഡ്സ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിസിസ്. ആൻഡ് വാട്ട് ഓൾ റിയാക്ഷൻസ് ഇൻവോൾവ് വിത്ത് ഹൈഡ്രോളിസിസ് ഓഫ് വാട്ടർ? യു ക്യാൻ സീ ദ വെരി ഫസ്റ്റ് വൺ, P4O10 എന്ന് പറഞ്ഞ മോളിക്യൂളിനെ വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡ് ഈസ് നത്തിങ് ബട്ട് H3PO4. അതേപോലെ തന്നെ സിലിക്കൺ ടെട്രാക്ലോറൈഡ് SiCl4, അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോളസിസ് റിയാക്ഷൻ വഴി അത് സിലിക്ക എന്നറിയപ്പെടുന്ന SiO2ഉം അതേപോലെ തന്നെ HCl-ലുമായി മാറും. ഈ റിയാക്ഷൻ SiCl4ൻ്റെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽഡ് മെക്കാനിസം വൈകാതെ നിങ്ങൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ഒപ്പം വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യം കൂടി അവിടെയുണ്ട്. ചോദ്യം വേറെ ഒന്നുമല്ല, SiCl4ന് ഹൈഡ്രോളസിസ് സംഭവിക്കുന്ന പോലെ CCl4 കാർബൺ ടെട്രാക്ലോറൈഡിന് ഹൈഡ്രോളസിസ് സംഭവിക്കുമോ എന്നൊരു ചോദ്യം കൂടിയും ഇവിടെയുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി നോക്കൂ. SiCl4ന് ഹൈഡ്രോളസിസ് സംഭവിക്കുന്ന പോലെ CCl4ന്, കാർബൺ ടെട്രാക്ലോറൈഡ് എന്നറിയപ്പെടുന്ന CCl4ന് ഹൈഡ്രോളസിസ് സംഭവിക്കുമോ എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുക. സംഭവിക്കുമെങ്കിലും സംഭവിക്കുന്നില്ലെങ്കിലും അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. ദെൻ ആഫ്റ്റർ ദാറ്റ് P4O10ൻ്റെയും SiCl4ൻ്റെയും ഹൈഡ്രോളസിസ് റിയാക്ഷന് ശേഷം യു ക്യാൻ സീ ദ ഹൈഡ്രോളസിസ് റിയാക്ഷൻ ഓഫ് നൈട്രൈഡ്. ഈ നൈട്രൈഡിൻ്റെ ഹൈഡ്രോളസിസ് റിയാക്ഷനാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നോക്കുക, ഹൈഡ്രോളസിസ് റിയാക്ഷൻ ഓഫ് നൈട്രൈഡ്സ്. നൈട്രൈഡ്സിൻ്റെ ഹൈഡ്രോളസിസ് റിയാക്ഷൻ എങ്ങനെയാണ്? ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് മഗ്നീഷ്യം നൈട്രൈഡ് എടുക്കാം. മഗ്നീഷ്യം നൈട്രൈഡ് ഈസ് Mg3N2. Mg3N2. നിങ്ങളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നു എന്ന് കരുതുക. യു ആർ ആഡിങ് വാട്ടർ ഇൻ ടു ഇറ്റ്. You know that magnesium is positively charged. +2 ആണ്. നൈട്രജൻ ഈസ് -3. അതാണ് ഇവർ നൈട്രജൻ -3 എന്ന് കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ H+ ഉണ്ട്, OH- ഉണ്ട്. അപ്പോൾ വെള്ളത്തിലെ H+കൾ നൈട്രജൻ്റെ കൂടെ ചേരും. അങ്ങനെ നൈട്രജൻ്റെ കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ആരെ തരും? അമോണിയ തരും. ഓക്കെ, അമോണിയയുടെ കൂടെ നിങ്ങൾ നോക്കി നോക്കുക, മഗ്നീഷ്യത്തിൻ്റെ കൂടെ വെള്ളത്തിൽ ആരാ ചേരുക? OHകൾ ചേരും. അപ്പോൾ ആരെ കിട്ടും? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH കിട്ടും. അപ്പോൾ നിങ്ങൾക്കിവിടെ 2 പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്. ഒന്ന് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മറ്റൊന്ന് അമോണിയയും. ഓക്കെ, ഇനി ഇവരിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ മെറ്റൽ എന്ന് പറയുന്നത് ആരും ആയിക്കൊള്ളട്ടെ, അപ്പോൾ ഒരു മെറ്റലിന് ഇവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൈട്രൈഡ് അയോൺ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ.
അത് വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വരുന്ന H+കൾ നൈട്രജൻ്റെ കൂടെ ചേർന്ന് അമോണിയ ഉണ്ടാവും. പ്ലസ് ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന OHകൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന കാറ്റയോണുമായി ചേർന്ന് കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ഉണ്ടാവണമായിരുന്നു. പക്ഷെ മെറ്റലിന് ഇവിടെ കാണിക്കാത്തത് കൊണ്ട് ഹൈഡ്രോക്സൈഡ് അയോൺസിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ദ ഹൈഡ്രോളസിസ് റിയാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് വാട്ടർ. വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈഡ്രോളസിസ് റിയാക്ഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് യു ക്യാൻ സി ഹൈഡ്രേറ്റ് ഫോർമേഷൻ. ഹൈഡ്രേറ്റ് ഫോർമേഷനിൽ വെള്ളം നമ്മുടെ കോമ്പൗണ്ടുമായിട്ട് എന്ത് ചെയ്യും? അസോസിയേറ്റ് ചെയ്യും. ഈ ഹൈഡ്രേറ്റ് ഫോർമേഷനിൽ ഇവർ പറയുന്ന കാര്യം 3 തരത്തിൽ വാട്ടർ മോളിക്യൂളായി തന്നെ നമ്മുടെ കോമ്പൗണ്ടുമായി അസോസിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. 3 തരത്തിൽ. അതുപ്രകാരം ദർ ആർ 3 ടൈപ്സ് ഓഫ് ഹൈഡ്രേറ്റ്സ്. വൺ ഈസ് നോൺ ആസ് കോർഡിനേറ്റഡ് വാട്ടർ. ഈ കോർഡിനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞ കേസിൽ വാട്ടർ മോളിക്യൂൾസ് മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് വഴി എന്ത് ചെയ്തിരിക്കുകയാണ്? ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ബോണ്ടിങ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അയോണിക് ബോണ്ടിനെ പറ്റിയും കോവാലന്റ് ബോണ്ടിനെ പറ്റിയും കോർഡിനേറ്റ് ബോണ്ടിനെ പറ്റിയും മെറ്റാലിക് ബോണ്ടിനെ പറ്റിയും എല്ലാം പഠിച്ചതാണ്, റൈറ്റ് അല്ലേ? ഈ 4 തരം ബോണ്ടുകളിൽ വാട്ടർ മോളിക്യൂള് ക്രോമിയം 3+ഉമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് വഴിയാണ് ഇവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് 12 കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ വരുന്നുണ്ട്. തൽക്കാലം മനസ്സിൽ വയ്ക്കുക, ഇവിടെ വാട്ടറും ക്രോമിയവും തമ്മിലുള്ള ബോണ്ട് കോർഡിനേറ്റ് ബോണ്ടാണെന്ന് മാത്രം മനസ്സിൽ കരുതുക. ഓക്കെ. രണ്ടാമത്തത് ഇൻ്റർസ്റ്റീഷ്യൽ വാട്ടറാണ്. ഇൻ്റർസ്റ്റീഷ്യൽ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ, ഹൈഡ്രൈഡ് അല്ല കേട്ടോ, ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് നമ്മുടെ കോമ്പൗണ്ടിലെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലാണ് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ഓർമ്മയുണ്ടാവുമല്ലോ എന്താണ് ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന്. പാർട്ടിക്കിൾസ് ഇരിക്കുന്ന സൈറ്റിൻ്റെ പേരെന്താ? ലാറ്റിസ് സൈറ്റ്. അതിനിടയിലുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പോൾ ഇൻ്റർസ്റ്റീഷ്യൽ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ വാട്ടർ മോളിക്യൂൾസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റർസ്റ്റീഷ്യൽ വാട്ടർ. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ. ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടറിൽ വാട്ടർ മോളിക്യൂൾസ് നമ്മുടെ കോമ്പൗണ്ടുമായിട്ട്, നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചില്ലേ മക്കളെ ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്നുള്ളത്? അപ്പം നമ്മുടെ കോമ്പൗണ്ടുമായിട്ട് വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റ് ചെയ്യും. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് ദ തിങ്സ് ആർ ക്ലിയർ. ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണിത്. സീ ദിസ് CuSO4 5H2O എന്നറിയപ്പെടുന്ന ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്, ബ്ലൂ വിട്രിയോൾ എന്നൊക്കെ പേരുണ്ട്. ബ്ലൂ വിട്രിയോൾ മലയാളത്തിൽ പറഞ്ഞാൽ, നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തുരിശ് എന്ന് പറയും. തുരിശ് ഒരു ബ്ലൂ കളറിലുള്ള ഒരു കോമ്പൗണ്ട്. ഈ റബ്ബറിന് തുരിശടിക്കുക എന്നൊക്കെ പറയില്ലേ, അതാലോചിച്ചാൽ മതി. അപ്പോൾ തുരിശാണ് ഈ സാധനം, കോപ്പർ സൾഫേറ്റ്, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. And in this molecule you can see the formula is CuSO4 5H2O, right? അല്ലേ? ഈ 5 വാട്ടർ മോളിക്യൂൾസ് കോപ്പർ സൾഫേറ്റുമായിട്ട് എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങളറിയണം, ഈ 5 വാട്ടർ മോളിക്യൂൾസിനകത്തെ 4 വാട്ടർ കോപ്പർ സൾഫേറ്റുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് വഴിയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. CuH2O 4 times, which means these 4 water molecules associates with the copper Cu2+ ion via coordinate bond. So there is one water molecule left, isn't it? The ഒരെണ്ണം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. And that associates via hydrogen bond. So keep in your mind, CuSO4 5H2O എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് 5 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ആൻഡ് among these 5 വാട്ടർ മോളിക്യൂൾസ് 4 are associated via coordinate bond and 1 is associated via hydrogen bond. ഇതാണ് കോപ്പർ സൾഫേറ്റ് 5H2O എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ. നല്ല ഓർമ്മയിലുണ്ടാവണം. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ വാട്ടർ മോളിക്യൂൾ ഇല്ലെങ്കിൽ ഇത് വെറും CuSO4 ആവും, ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്. CuSO4 is anhydrous copper sulfate and it is white in color, or you can say it is colorless. നിങ്ങൾക്ക് വൈറ്റ് കളറാണെന്ന് പറയാം, അല്ലെങ്കിൽ കളർലെസ് ആണെന്ന് പറയാം. ഈ വാട്ടർ മോളിക്യൂൾസ് വരുമ്പോഴാണ് അവൻ ബ്ലൂ കളറിലേക്ക് മാറുന്നത്.
ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്ന സമയത്ത്. ഓർഗാനിക് കെമിസ്ട്രി മാത്രമല്ല, ഇൻഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിലവിൽ ഇത് പഠിക്കാനുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. എവിടെയാണെന്നുള്ളതൊക്കെ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുമ്പോൾ സാറുമാർ പറയും. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, CuSO4 5H2O എന്ന് പറഞ്ഞതിന് ബ്ലൂ കളറാണെങ്കിൽ ആ വെള്ളം അവിടെ ഇല്ലെങ്കിൽ, ദാറ്റ് ഈസ് ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആയാൽ ഇറ്റ് ഈസ് വാട്ട് വി ആർ കോളിംഗ് എസ് കളർലെസ്. അത് കളർലെസ് ആണ്, അതിന് കളറില്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ, so that's all about 3 types of hydrates. Which are they? Coordinated water, interstitial water and hydrogen bonded water. ഇവിടെ വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാണ്? കഴിയാണ്. വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഇനി എടുക്കുന്ന ടോപ്പിക് ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടറാണ്. പക്ഷേ ഈ ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ എടുക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി പോലെ തന്നെ വേറൊരാളെ പറ്റി പഠിക്കാം. അതാരാന്നല്ലേ ചിന്തിക്കുന്നത്? വേറെ ആരുമല്ല, ഹെവി വാട്ടർ. ഹെവി വാട്ടറിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് വീണ്ടും ഏതിലേക്ക് മടങ്ങിയെത്താം? നമ്മുടെ വാട്ടറുമായി ബന്ധപ്പെട്ട ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടറിലേക്ക് മടങ്ങിയെത്താം. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ഹെവി വാട്ടർ. ഹെവി വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹെവി വാട്ടറിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തത് നമ്മുടെ പഴയ ആ സയൻറ്റിസ്റ്റ് തന്നെയാണ്, ഹെറോൾഡ് സി യുറേ. ഓർമ്മയുണ്ടല്ലോ, ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകളെ സെപ്പറേറ്റ് ചെയ്തതും ഹെറോൾഡ് സി യുറേ തന്നെയായിരുന്നു. ഹെവി വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതും ഹെറോൾഡ് സി യുറേയാണ്, ബൈ ദ എക്സോസ്റ്റീവ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വെള്ളത്തിലൂടെ ദീർഘനേരം കറണ്ട് കടത്തി വിടുക. അപ്പോൾ വെള്ളം ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് എങ്ങനെ പോവും? അന്നേരം ആ വെള്ളത്തിനകത്തുള്ള ഹെവി വാട്ടർ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ എമൗണ്ട് കൂടി വരും. കാരണം വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഹെവി വാട്ടറിൻ്റെ എമൗണ്ട് കൂടി വരും. That is what we are saying, that by the exhaustive electrolysis of water. Now, heavy water ne endinakku vendiya use cheyyunnathu? You can see here, it is used as a moderator in nuclear reactors. Nuclear reactorകളിൽ moderator ആയിട്ടാണ് heavy water ne use cheyyunnathu. So what is the function of a moderator in nuclear reactor? Nuclear reactorകളിൽ moderator ne ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? It is used to slow down the fast moving neutrons. ഈ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫിഷൻ പോലെയുള്ള പ്രോസസ്സുകൾ ചെയ്യുമ്പോഴേ ന്യൂട്രോണുകൾ തെറിച്ച് വരും, ന്യൂട്രോൺസ്. ഈ ന്യൂട്രോണുകളാണ് അടുത്ത ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ന്യൂക്ലിയസിനെ അൺസ്റ്റേബിളാക്കി മാറ്റി അതിനെ സ്പ്ലിറ്റ് ചെയ്യിക്കുന്നത്. വാട്ട് വി ആർ കോളിംഗ് ആസ് ന്യൂക്ലിയർ ഫിഷൻ. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ന്യൂട്രോണുകൾ വളരെ ഫാസ്റ്റിൽ ഈ ന്യൂക്ലിയസിനുള്ളിൽ കൂടെ കടന്നു പോയാൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ ന്യൂട്രോണുകളെ നമ്മൾ എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ ചെയ്യണം. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മോഡറേറ്റർ. നമ്മുടെ ഹെവി വാട്ടർ അത്തരത്തിലുള്ള ഒരു മോഡറേറ്ററാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ്. നൗ മറ്റ് യൂസുകൾ എന്തൊക്കെയാണ്? യു ക്യാൻ സീ ഹിയർ, നമുക്ക് റിയാക്ഷൻ മെക്കാനിസങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരെ യൂസ് ചെയ്യാം? ഹെവി വാട്ടറിനെ യൂസ് ചെയ്യാം. ഹെവി വാട്ടർ ഈസ് D2O. എന്താ റിയാക്ഷൻ മെക്കാനിസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹെവി വാട്ടറിനെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ HCl എന്ന് പറയുന്ന ആസിഡും വെള്ളവും എടുക്കുന്നു, എന്നിട്ട് ഒരു റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, എനി റിയാക്ഷൻ. ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരുന്നു എന്ന് വിചാരിക്കും. ഹൈഡ്രജൻ ഗ്യാസ്. നോർമലി നമുക്കൊരു ചോദ്യം ഉണ്ടാവും, HCl-നകത്തെ ഹൈഡ്രജനാണോ പുറത്ത് വരുന്നത് അതോ വെള്ളത്തിനകത്തെ ഹൈഡ്രജനാണോ പുറത്ത് വരുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് വെള്ളം എടുക്കേണ്ട സ്ഥലത്ത് ഹെവി വാട്ടർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എന്താ ബെനിഫിറ്റ്? ഹെവി വാട്ടറിൽ നിന്നും ആരാ വരിക? H2 അല്ല വരിക, ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന D2 ആണ് വരിക. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഹൈഡ്രജൻ H2 ആണെങ്കിൽ അത് ആസിഡിൽ നിന്നാണെന്നും അല്ല D2 ആണെങ്കിൽ അത് വെള്ളത്തിൽ നിന്നാണെന്നും കൺക്ലൂഡ് ചെയ്തൂടെ? ഇത്തരത്തിൽ റിയാക്ഷൻ മെക്കാനിസങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? ഹെവി വാട്ടറിനെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഹെവി വാട്ടറിൻ്റെ മറ്റു കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? കുട്ടികളെ, വെള്ളം കാണിക്കുന്ന എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസും ഹെവി വാട്ടറും കാണിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നിങ്ങൾ
കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളമൊഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതാണ് ആദ്യത്തെ ചോദ്യം. വെൻ യു ആഡ് വാട്ടർ ഇൻ ടു കാൽഷ്യം കാർബൈഡ്, വാട്ട് യു വിൽ ഗെറ്റ്? യു ഗെറ്റ് കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത് വെള്ളവുമായി റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഒപ്പം അസിറ്റിലിനും കിട്ടും. ഓക്കെ, C2H2 എന്നറിയപ്പെടുന്ന അസിറ്റിലിനും കിട്ടും. ഓക്കെ, അപ്പോൾ ഹെവി വാട്ടർ ഒഴിച്ചാലോ സെയിം റിയാക്ഷൻ. എവിടെയെല്ലാമാണോ നിങ്ങൾ ഹൈഡ്രജൻ കാണുന്നത് അവിടെയൊക്കെ ഡ്യൂട്ടീരിയം വരും. അപ്പോൾ എന്താ ഈ പ്രൊഡക്റ്റിൻ്റെ പേര്? ഇതിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞേ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? കാൽഷ്യം ഡ്യൂട്രോക്സൈഡ്. ഇതിൻ്റെ പേരെന്താ? അസിറ്റ്ലിൻ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഡ്യൂട്രോ അസിറ്റ്ലിൻ. അപ്പോൾ പേരിനകത്ത് ഹൈഡ്രോ എന്ന വാക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂട്രോ എന്ന വാക്ക് വെച്ച് ആ പ്രശ്നം തീർക്കാം. പേരിൽ ഇനി ഹൈഡ്രജനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വാക്കില്ലെങ്കിൽ പേരിന് മുമ്പിൽ ഡ്യൂട്രോ എന്ന് വെച്ച് കൊടുത്താൽ മതി. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പേരെന്തായി മാറി? കാൽഷ്യം ഡ്യൂട്രോക്സൈഡ്. അസിറ്റ്ലിൻ ഇവിടെ കിട്ടിയത് ഡ്യൂട്രോ അസിറ്റ്ലിൻ. കാരണം അസിറ്റ്ലിൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരും ഇല്ലല്ലോ, അതാണ് ഡ്യൂട്രോ അസിറ്റ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞേ സൾഫർ ട്രയോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് സൾഫ്യൂരിക് ആസിഡ്. നിങ്ങൾ സൾഫർ ട്രയോക്സൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ആരെയാണ്? H2SO4 എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ആരെയാണ്? D2SO4. വാട്ട് ഈസ് D2SO4? പറ. ഡ്യൂട്രോ സൾഫ്യൂരിക് ആസിഡ്. ഇത് സൾഫ്യൂരിക് ആസിഡ് അല്ലേ? അപ്പോൾ അവിടെ കിട്ടുന്ന ആളാരാണ്? ഡ്യൂട്രോ സൾഫ്യൂരിക് ആസിഡ്. അതേപോലെ തന്നെ അലുമിനിയം കാർബൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? അലുമിനിയം കാർബൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? അലുമിനിയം കാർബൈഡ് Al4C3. ഇതിലേക്കാണ് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അലോങ് വിത്ത് മീഥെയിൻ. അലുമിനിയം ഹൈഡ്രോക്സൈഡും കിട്ടും, മീഥെയിനും കിട്ടും. അപ്പോൾ നിങ്ങൾ ഹെവി വാട്ടർ ഒഴിച്ചാലോ H കാണുന്നിടത്തൊക്കെ ഡ്യൂട്ടീരിയം കയറി വരും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേര് പറ. മീഥെയിൻ അല്ലത്, ഇതിൻ്റെ പേര് ഡ്യൂട്രോമീഥെയിൻ. അപ്പോൾ ഇതിൻ്റെ പേരോ അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്നായിരുന്നു അവിടെ പേര്. അപ്പോൾ ഇവിടുത്തെ പേര് അലുമിനിയം ഡ്യൂട്രോക്സൈഡ്. നേരത്തെ നിങ്ങൾ റിയാക്ഷൻ കണ്ടില്ലേ? മഗ്നീഷ്യം നൈട്രൈഡിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നത്? വെള്ളം ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ഓർക്കുന്നുണ്ടോ? യു ആഡ് വാട്ടർ ഇൻ ടു മഗ്നീഷ്യം നൈട്രൈഡ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് കിട്ടിയെന്ന് ഓർക്കുന്നുണ്ടോ? വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് വെൻ യു ആഡ് വാട്ടർ ഇൻ ടു മഗ്നീഷ്യം നൈട്രൈഡ്? യു ഗോട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അലോങ് വിത്ത് അമോണിയ, ഇസ്ന്റ് ഇറ്റ്? അല്ലേ മക്കളെ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയമാണ് കിട്ടിയത്. ഏതിലേക്ക് വെള്ളമൊഴിച്ചപ്പോൾ? വെള്ളമൊഴിച്ചത് ഏതിലേക്കാണ്? മഗ്നീഷ്യം നൈട്രൈഡിലേക്ക് വെള്ളമൊഴിച്ചപ്പോൾ. യെസ് ഓർ നോ? എന്നാൽ ഇവിടെ ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന് പകരം ആരെയാണ് കിട്ടുക? MgOD ട്വൈസ്. MgOD ആരാ? മഗ്നീഷ്യം ഡ്യൂട്രോക്സൈഡ്. NH3ക്ക് പകരം ഇവിടെ ആരെയാണ് കിട്ടുക? ND3. ആരാണ് ND3? ഡ്യൂട്രോ അമോണിയ. I hope it is clear for you. The reactions, the chemical properties of heavy water. അപ്പോൾ ഇവിടെ ഹെവി വാട്ടർ എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായും അവസാനിക്കുകയാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ എടുത്തു. ഒപ്പം തന്നെ ഹെവി വാട്ടറിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് പോകാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ആൻഡ് ദാറ്റ് ഈസ് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. സോ ലെറ്റ് us start the discussion about hard and soft water. അപ്പോൾ നമുക്ക് ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ എന്താണെന്നുള്ളത് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. ഹിയർ യു ക്യാൻ സീ വാട്ട് ഈസ് മെൻ ബൈ ഹാർഡ് വാട്ടർ ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ സോഫ്റ്റ് വാട്ടർ. ഇവിടെ കാണാം നിങ്ങൾക്ക് ഹാർഡ് വാട്ടറിൻ്റെയും സോഫ്റ്റ് വാട്ടറിൻ്റെയും ഡെഫിനിഷൻസ്. എന്താ സംഗതി? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വെള്ളം എടുക്കുന്നു, ആ വെള്ളത്തിൽ സോപ്പ് ഇട്ട് നോക്കുക. സോപ്പ് ആ വെള്ളത്തിൽ പതയുന്നുണ്ടെങ്കിൽ ദാറ്റ് വാട്ടർ ഇസ് സപ്പോസ് ടു ബി സോഫ്റ്റ് വാട്ടർ. ആ വെള്ളം എന്താണ്? സോഫ്റ്റ് വാട്ടറാണ്. പക്ഷേ സോപ്പ് വെള്ളത്തിൽ ഇട്ട് നോക്കുമ്പോൾ സോപ്പ് വെള്ളത്തിൽ പതയുന്നില്ല എന്ന് കരുത്. ദെൻ വി വിൽ കോൾ ഇറ്റ് ആസ് ഹാർഡ് വാട്ടർ. അപ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും? ഹാർഡ് വാട്ടർ എന്ന് വിളിക്കും.
അപ്പോൾ സോപ്പ് വെള്ളത്തിൽ പതഞ്ഞാൽ സോഫ്റ്റ് വാട്ടർ, സോപ്പ് വെള്ളത്തിൽ പതയാതിരുന്നാൽ ദാറ്റ് വാട്ടർ ഈസ് സപ്പോസ് ടു ബി ഹാർഡ് വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ എന്തുകൊണ്ടാണ് സോപ്പ് പതയാത്തത് എന്നുള്ളതിൻ്റെ കാരണം നമുക്കറിയണം വേണ്ടേ? അതിനു മുമ്പ് സോപ്പ് എങ്ങനെയാണ് വെള്ളത്തിൽ പതയുന്നത് എന്നറിയണ്ടേ? അപ്പോൾ നമുക്ക് സോപ്പിനെ പറ്റി ഒന്ന് നോക്കിയതിന് ശേഷം എന്തുകൊണ്ടാണ് സോപ്പ് ഹാർഡ് വാട്ടറിൽ പതയാത്തത് എന്ന് കാണാം. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് സോപ്പ്. സോപ്പിനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഓർ പൊട്ടാഷ്യം സോൾട്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ RCOONA അല്ലെങ്കിൽ RCOOK, അതാണ് സോഡിയം ഓർ പൊട്ടാഷ്യം സോൾട്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് അടുത്ത സംശയം. R എന്ന് പറയുന്നത് വലിയൊരു ഓർഗാനിക് ഗ്രൂപ്പാണ്. CH3, CH2, 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 CH2 എന്ന് പറഞ്ഞു നിൽക്കുന്ന വലിയൊരു ഓർഗാനിക് ഗ്രൂപ്പാണ് ആര്? R എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ സോപ്പിനെ വെള്ളത്തിൽ കലക്കുകയാണ്. വെള്ളത്തിൽ ഇതിനെ കലക്കുമ്പോൾ ഇതിൽ നിന്നും 2 അയോൺസ് പുറത്തേക്ക് വരും. RCOO മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയോണും പുറത്തേക്ക് വരും, അതേപോലെ Na പ്ലസ് എന്നൊരു അയോണും പുറത്തേക്ക് വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കുന്നത് RCOOK ആണെങ്കിൽ പുറത്ത് വരുന്നതിൽ RCOO മൈനസും K പ്ലസും ഉണ്ടാവും. അത്രയുള്ള വ്യത്യാസം പുറത്തേക്ക് വരും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ RCOO മൈനസ് എന്ന് പറയുന്ന ആളില്ലേ കുട്ടികളെ? RCOO മൈനസ് എന്ന് പറയുന്ന ആളില്ലേ? ഈ സ്പീഷീസ് വെള്ളത്തിൽ ഒരു കൊളോയിഡ് പോലെ, അതായത് കഞ്ഞിവെള്ളം പോലെ എക്സിസ്റ്റ് ചെയ്താലാണ് സോപ്പ് പതയുക. അപ്പോൾ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ഓർ പൊട്ടാഷ്യം സോൾട്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. സോപ്പിനെ വെള്ളത്തിൽ കലക്കുമ്പോൾ സോപ്പിൽ നിന്നും RCOO മൈനസ് എന്ന് പറഞ്ഞൊരു സ്പീഷീസും Na പ്ലസ് അല്ലെങ്കിൽ K പ്ലസ് എന്ന് പറഞ്ഞൊരു സ്പീഷീസും വരും. ഇതിൽ RCOO മൈനസ് എന്ന് പറയുന്ന ആ പാർട്ട്, ആ ആനയോൺ വെള്ളത്തിൽ നിലനിന്നാലാണ് സോപ്പ് വെള്ളത്തിൽ പതയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, എങ്കിൽ പിന്നെ ഹാർഡ് വാട്ടറിൽ എന്തുകൊണ്ടാണ് സോപ്പ് പതയാത്തത്? ഞാൻ പറയാം. ഹാർഡ് വാട്ടറിൽ M2+ എന്നൊരാളുണ്ട്. അപ്പോൾ ചോദിക്കും, ആരാണ് ഈ M2+? M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗ്നീഷ്യം ഓർ കാൽഷ്യം. മെഗ്നീഷ്യം അല്ലെങ്കിൽ കാൽഷ്യം അയോൺസ് ഏതിലുണ്ട്? ഹാർഡ് വാട്ടറിലുണ്ട്. അത് മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് എന്നുള്ള പല രൂപത്തിൽ ഈ പറഞ്ഞ എന്ത് നിൽക്കുന്നുണ്ടാവും? മെഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും സോൾട്ടുകൾ നിൽക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ Mg2+ ഉണ്ട്, Ca2+ വെള്ളത്തിലുണ്ട് കേട്ടോ. നിങ്ങൾ അപ്പോൾ സോപ്പ് ഈ വെള്ളത്തിൽ കലക്കിയാൽ സോപ്പിൽ നിന്നും പതിവ് പോലെ ആര് വരും? RCOO മൈനസ് വരും. ഈ RCOO മൈനസിനെ കണ്ട പക്ഷം ഇവൻ ഈ M2+ ഇതുമായി ചേർന്ന് RCOO ട്വൈസ് M എന്ന് പറയുന്ന ഒരു സോളിഡായി മാറി വെള്ളത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ വെള്ളത്തിൽ RCOO മൈനസ് എന്ന് പറഞ്ഞ ആൾ നിന്നാൽ മാത്രമേ വെള്ളത്തിൽ സോപ്പ് പതയുള്ളൂ. പക്ഷേ ഹാർഡ് വാട്ടറിൽ ആരുണ്ട്? കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം അയോൺസ് ഉണ്ട്. ഈ കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം അയോൺസ് സോപ്പിനെ വെള്ളത്തിൽ കലക്കുമ്പോൾ കിട്ടുന്ന RCOO മൈനസുമായി ചേർന്ന് ഒരു സോൾട്ടായി മാറി വെള്ളത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെള്ളത്തിൽ ഇനി ഇവൻ നിലനിൽക്കോ? ഇല്ല, ഇത് മുഴുവനും പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അങ്ങനെയാണെങ്കിൽ സോപ്പ് ഹാർഡ് വാട്ടറിൽ എന്ത് ചെയ്യില്ല? പതയില്ല. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ എന്തുകൊണ്ടാണ് സോപ്പ് ഹാർഡ് വാട്ടറിൽ പതയാത്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ്. ദേ വിൽ പ്രസിപ്പിറ്റേറ്റ് ദ സോപ്പ് ഇൻ ദ ഫോം ഓഫ് ദെയർ സോൾട്ട്. അവരുടെ സോൾട്ടിൻ്റെ രൂപത്തിൽ അവർ സോപ്പിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കും. അപ്പോൾ വെള്ളത്തിൽ ഇനി അയോൺസ് ആരുമില്ല,
വെള്ളത്തിൽ സോപ്പ് പതയില്ല. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. അപ്പോൾ ചോദ്യം, എങ്കിൽ പിന്നെ ഹാർഡ് വാട്ടറിനെ എങ്ങനെ നമുക്ക് സോഫ്റ്റ് വാട്ടറാക്കി മാറ്റാം? സോ ഇതാണ് അടുത്ത ചോദ്യം. ഹൗ ക്യാൻ വി റിമൂവ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ? വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സിനെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അതിനുമുമ്പ് ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സോ ലെറ്റ് us ഡിസ്കസ് ഹൗ ക്യാൻ വി റിമൂവ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പം ഞാൻ പറഞ്ഞ പോലെ യു ക്യാൻ സീ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ ആൻഡ് പ്രസൻസ് ഓഫ് calcium, magnesium salts in the form of bicarbonate, chloride and sulfate are responsible for the hardness of water, and hard water does not form lather with soap. And water free from soluble salts of calcium and magnesium is what we are calling as soft water, and soft water will form lather with soap. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ എക്സാമ്പിൾ കാണാൻ പറ്റും. സോഡിയം സ്റ്റീറേറ്റ് എന്ന് പറഞ്ഞ മോളിക്യൂളാണ് ഇവിടെ സോപ്പായി എടുത്തിരിക്കുന്നത്. കണ്ടോ, C17H35, വലിയൊരു ഓർഗാനിക് ഗ്രൂപ്പാണ്. ഇതിനാണ് ഞാൻ ക്യാപിറ്റൽ R കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തത് നേരത്തെ. നോക്കൂ എന്താ സംഭവിക്കുന്നത്. സോപ്പ് വെള്ളത്തിലിട്ടു, അപ്പോൾ കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അയോൺസ്, അതാണ് M2+. ഈ M2+ ഈ പറഞ്ഞ C17H35COOO ചേർന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കണ്ടോ, വെള്ളത്തിലേക്ക് Na+ ഇറങ്ങി വരികയും ചെയ്യും. പക്ഷെ സോപ്പ് പതയില്ല. കാരണം പത ഉണ്ടാക്കേണ്ട ആളായ സോപ്പ് ഇപ്പോൾ വെള്ളത്തിൽ എന്ത് ചെയ്തു, കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം സോൾട്ടായി മാറി പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. എങ്കിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ഈ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയട്ടെ കുട്ടികളെ, അതായത് 2 തരത്തിലാണ് ഹാർഡ്നെസ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്, മറ്റൊന്ന് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ കുറേ പേർ ചോദിക്കും, ഇതെന്താ ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും എന്ന്. ഈ ഹാർഡ്നെസ് എന്ന് പറഞ്ഞ സാധനം ചില ഫിസിക്കൽ മെത്തേഡുകളിലൂടെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിച്ചാൽ ആ ഹാർഡ്നെസ്സിനെ നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് എന്ന് വിളിക്കാം. അതേസമയം ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് കെമിക്കൽ മെത്തേഡ്സ് ആവശ്യമായി വന്നാൽ ദെൻ വി വിൽ റെഫർ ഇറ്റ് ആസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ ഫിസിക്കൽ മെത്തേഡ്സിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ്നെസ് ടെമ്പററി ഹാർഡ്നെസ് ആണ്. എന്നാൽ കെമിക്കൽ മെത്തേഡ്സിലൂടെ റിമൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എങ്കിൽ അത് പെർമനൻറ്റ് ഹാർഡ്നെസ് ആണ്. അപ്പോൾ 2 തരം ഹാർഡ്നെസ് എന്ന് മനസ്സിലായല്ലോ. എങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകളെ പറ്റിയാണ്. ബട്ട് ബിഫോർ ദാറ്റ് വി മസ്റ്റ് നോ what all things are responsible for temporary hardness. നോക്കൂ, so you know that there is temporary hardness as well as permanent hardness. Temporary hardness ന് കാരണക്കാരെ ബൈകാർബണേറ്റ്സ് ആണ്. I repeat, ബൈകാർബണേറ്റ്സ്. ബൈകാർബണേറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ, ബൈകാർബണേറ്റ്സ് ഓഫ് ആര്, കാൽഷ്യം ഓർ മഗ്നീഷ്യം, ആർ റെസ്പോൺസിബിൾ ഫോർ ടെമ്പററി ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ ആരാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാർ? നമുക്ക് പറയാം കാരണക്കാരൊക്കെയാം. ഒന്ന് കാൽഷ്യം ബൈകാർബണേറ്റ്, CaHCO3 twice, CaHCO3 twice. 2 മഗ്നീഷ്യം ബൈകാർബണേറ്റ്, MgHCO3 twice. These are responsible for temporary hardness. അപ്പോൾ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണക്കാരാണ് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് ആരുടെ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, മഗ്നീഷ്യം ഓർ കാൽഷ്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെ? കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ്. ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ മക്കളെ, ആരാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാർ? ഇവരാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാർ. ആരാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണക്കാർ? ഈ കാണിച്ചിരിക്കുന്നവരാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണക്കാർ. അപ്പോൾ ഇവരെ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഫിസിക്കൽ മെത്തേഡ്സ് മതി. പക്ഷേ ഇവരെ വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് തന്നെ വേണം. ദർ ഇസ് നോ കോംപ്രമൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ക്യാൻ വി റിമൂവ് ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഞാൻ പറഞ്ഞു ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ മെത്തേഡാണ് മക്കളെ ബോയിലിംഗ്. ദ ഫസ്റ്റ് മെത്തേഡ് ടു റിമൂവ് ടെമ്പററി ഹാർഡ്നെസ് ഈസ് നത്തിങ് ബട്ട് ബോയിലിംഗ്. നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും അറിഞ്ഞിരിക്കണം. നന്നായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ നിങ്ങളുടെ വെള്ളത്തിൽ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരനായ കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ, വെള്ളത്തിൽ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരായ കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ ചൂടാവുന്നതോടുകൂടി അതെന്ത് സംഭവിക്കുന്നറിയോ? ഇറ്റ് വിൽ ഡീകമ്പോസ് ടു ഗിവ് യു കാൽഷ്യം കാർബണേറ്റ്. അത് കാൽഷ്യം കാർബണേറ്റായി മാറി വെള്ളത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഒപ്പം വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അവരൊന്നും നിങ്ങൾ തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഗ്യാസാണ്, അതൊക്കെ എസ്കേപ്പ് ചെയ്ത് പോയിക്കോളും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. അത് പോയിക്കോളും. വെള്ളം അവിടെ തന്നെ ഉണ്ടാവും, ബാലൻസ് ഉണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ച് വെള്ളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഈ കാൽഷ്യം ബൈകാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് എന്ന സോളിഡായി മാറി വെള്ളത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ഇനി വെള്ളത്തിനകത്ത് Ca2+ ശല്യം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? ഇല്ല. ഇനി നമ്മുടെ വെള്ളത്തിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഉണ്ടായിരുന്നു അല്ലേ മക്കളെ? മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഉണ്ടായിരുന്നു. ചൂടാകുമ്പോൾ ഡെൽറ്റ എന്ന് എഴുതിയാൽ ഹീറ്റ് എന്നർത്ഥം. ചൂടാകുമ്പോൾ ഈ മഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡായി മാറി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡായി മാറി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും, അത് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്ന Mg2+ ഇപ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡായി മാറി വെള്ളത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്തില്ലേ? അപ്പോൾ ഇനി ആരുടെ ഭാഗത്തുനിന്ന് ശല്യം ഉണ്ടാവില്ല? Mg2+ൻ്റെ ഭാഗത്തുനിന്ന് ശല്യം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളത്തിൽ ഇനി കാൽഷ്യം അയോൺസും ഇല്ല, മഗ്നീഷ്യം അയോൺസും ഇല്ല. സോ വെള്ളം സോഫ്റ്റ് വാട്ടറായി മാറിയിരിക്കുന്നു. സോപ്പിട്ട് നോക്കൂ, വെള്ളം ഭംഗിയായിട്ട് സോപ്പിനെ പതയാൻ അനുവദിക്കും. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? ഇത് തന്നെ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഇതുകൊണ്ട്. ചില സ്ഥലങ്ങളിൽ ബോയിലറുകൾ, അതായത് വെള്ളം തിളപ്പിക്കുന്ന അപ്പാരറ്റസ്, അതിൽ വെള്ളം തിളപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കിയാലേ, ഇപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞ് ആ വെള്ളം നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ആ ബോയിലറുകൾക്കുള്ളിൽ ഇങ്ങനെ എന്താ പറയുക, മണ്ണ് നിൽക്കുന്ന പോലെ പുറ്റായിട്ട് ഈ പറഞ്ഞ കാൽഷ്യം കാർബണേറ്റിൻ്റെയും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും സ്കെയിൽസ് കാണാൻ പറ്റും. സ്കെയിൽസ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിദംബലൊക്കെ പോലെ അങ്ങനെ പുറ്റായിട്ടാണ് നിൽക്കുന്നുണ്ടാവും. അതിന് കാരണം മനസ്സിലായില്ലേ? ആ പ്രദേശത്തെ വെള്ളം എന്താണ്? ഹാർഡ് വാട്ടറാണ്. ആ ബോയിലറിലിട്ട് വെള്ളം തിളപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഹാർഡ് വാട്ടറിന് കാരണക്കാരനായ കാൽഷ്യം ബൈകാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റായി മാറി പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. മഗ്നീഷ്യം ബൈകാർബണേറ്റ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡായി മാറി പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ആ പ്രസിപ്പിറ്റേറ്റ് ആണ് ബോയിലറുകളിൽ നമ്മൾ കാണുന്ന സ്കെയിലുകൾ. ഇസ് ദാറ്റ് ക്ലിയർ? അതുകൊണ്ട് ഹാർഡ് വാട്ടറുള്ള പ്രദേശങ്ങളിലെ ബോയിലറുകൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറയും. ക്ലീൻ ചെയ്തില്ലേ ഇത് ബോയിലറിനെ നശിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ടെമ്പററി ഹാർഡ്നെസ്സിനെ മാറ്റാനായിട്ടുള്ള ഒരു ഫിസിക്കൽ മെത്തേഡ്, ബട്ട് വി ആർ കോളിംഗ് ആസ് ബോയിലിംഗ്. ഇനി നമുക്ക് ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു കെമിക്കൽ മെത്തേഡിനെ കുറിച്ച് കേൾക്കാം. ഏതാണ് ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള കെമിക്കൽ മെത്തേഡ്? ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് ക്ലാർക്സ് മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടാം? ക്ലാർക്സ് മെത്തേഡ്. ക്ലാർക്സ് മെത്തേഡ്. Okay, let us discuss what is meant by this Clark's method. I told you this is a chemical method. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വേണം. ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ ഫിസിക്കൽ മെത്തേഡ്സിനെ കൊണ്ടും പറ്റും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഫിസിക്കൽ മെത്തേഡ്സ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പെർമനൻറ്റ് ഹാർഡ്നെസ് അങ്ങനെയല്ല. പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ഫിസിക്കൽ മെത്തേഡിനെ കൊണ്ടും നടക്കില്ല, കെമിക്കൽ മെത്തേഡ്സ് തന്നെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്ലാർക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ മെത്തേഡാണ്. ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കെമിക്കൽ മെത്തേഡ്. എന്താണ് ഞാൻ ഈ മെത്തേഡിൽ ചെയ്യുന്നത്? കുട്ടികളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലൈം വാട്ടർ എന്ന് പറയുന്നത്. ലൈം വാട്ടർ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്ന ലൈം വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ആഡ് ചെയ്യണം. ഏതിലേക്ക്? ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? ലൈം വാട്ടർ ആഡ് ചെയ്യണം. ദെൻ യു ക്യാൻ സീ വാട്ട് വിൽ ഹാപ്പൻ. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കുട്ടികളെ, നമ്മുടെ കാൽഷ്യം ബൈകാർബണേറ്റ്
അല്ലെങ്കിൽ മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഇത് രണ്ടുമാണല്ലോ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരായിട്ട് വെള്ളത്തിൽ നിൽക്കുന്നവർ. ഇതിലേക്ക് നിങ്ങൾ ലൈം ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണുള്ളത്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായി ഈ കാൽഷ്യം ബൈകാർബണേറ്റ് റിയാക്ട് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഇനി വെള്ളത്തിൽ കാൽഷ്യം അയോൺസ് ഇല്ലല്ലോ. വെള്ളത്തിലുണ്ടായിരുന്ന കാൽഷ്യം അയോൺസ് എല്ലാം തന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഈ ലൈം ആഡ് ചെയ്തോടുകൂടി കാൽഷ്യം കാർബണേറ്റ് ആയി മാറി പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ഇനി വെള്ളത്തിൽ കാൽഷ്യം അയോൺസ് ഇല്ല. വാട്ടർ ഇസ് ഫ്രീ ഫ്രം കാൽഷ്യം അയോൺസ്. സിമിലർലി മെഗ്നീഷ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എത്തുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? മെഗ്നീഷ്യം ആരായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്ലസ് കാൽഷ്യം കാർബണേറ്റ് ആയി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്ലസ് വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ്? കാൽഷ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റും കാൽഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ് ആയി മാറി പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. വെള്ളത്തിൽ ഇനി ആരില്ല? കാൽഷ്യം അയോൺസോ മെഗ്നീഷ്യം അയോൺസോ ഇല്ല. വെള്ളം ഫ്രീ ഫ്രം കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ്. സോ ദാറ്റ് വി ക്യാൻ സേ ദ വാട്ടർ ഈസ് സോഫ്റ്റ്. സോപ്പ് ഇനി വെള്ളത്തിൽ എന്ത് ചെയ്യും? സുഖമായി പതയും. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കി അറിയാം, കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ലൈം എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് തോന്നിയോണ്ടൊന്നും ഒഴിക്കാൻ പറ്റില്ല. നമ്മുടെ കൈവശമുള്ള വെള്ളത്തിൽ എന്തോരം കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ട്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ഉണ്ടെന്ന് അളന്ന് നോക്കിയതിന് ശേഷം വേണം ഈ പറഞ്ഞ ലൈം വാട്ടർ ആഡ് ചെയ്യാൻ. അല്ലാതെ ചുമ്മാ കൊടുന്ന് ഈ ലൈം വാട്ടർ ആഡ് ചെയ്ത് എന്തുണ്ടാവുക? ഈ ലൈം വാട്ടറിലുള്ള കാൽഷ്യം അയോൺസ് കാരണം കൊണ്ട് ഹാർഡ്നെസ് പൊട്ടിപ്പുറപ്പെടില്ലേ? അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ വെള്ളത്തിൽ ഹാർഡ്നെസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ലൈം ആഡ് ചെയ്യാൻ. ഇസ് ദാറ്റ് ക്ലിയർ? അതുകൊണ്ടാണ് അവർ കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ലൈം എന്ന് പറയുന്നത്. അല്ലാണ്ട് തോന്നിയോണം ലൈം വാട്ടർ ആഡ് ചെയ്യരുത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. എല്ലാവർക്കും ക്ലാർക്സ് മെത്തേഡ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സോ ഇതിനോടകം ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള 2 മെത്തേഡുകളും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ്. അതിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരും ഒന്ന് ഓർത്തേ, ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരായിരുന്നു കാൽഷ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റും. ഇനി അവർ വെള്ളത്തിലില്ല. അവർ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ടും കാൽഷ്യം കാർബണേറ്റ് ആയിട്ടും പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അവർ വെള്ളത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണക്കാരാരാ? കാൽഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്. എങ്കിൽ ഇവരെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് റിമെമ്പർ വൺ തിങ്, ഇവരെ റിമൂവ് ചെയ്യാൻ യാതൊരു തരത്തിലുമുള്ള ഫിസിക്കൽ മെത്തേഡ്സ് ഇല്ല. കെമിക്കൽ മെത്തേഡ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേസമയം ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരായവരെ റിമൂവ് ചെയ്യാൻ ഫിസിക്കൽ മെത്തേഡും ഉണ്ടായിരുന്നു, കെമിക്കൽ മെത്തേഡും ഉണ്ടായിരുന്നു. ഫിസിക്കൽ മെത്തേഡ് ഏതായിരുന്നു? ബോയിലിംഗ്. കെമിക്കൽ മെത്തേഡ് ഏതായിരുന്നു? ക്ലാർക്സ് മെത്തേഡ്. എങ്കിൽ ലെറ്റ് us discuss how can we remove the permanent hardness of water. അതിന് ഉള്ള ഡിഫറെൻറ്റ് കെമിക്കൽ മെത്തേഡ്സ് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ. ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് നോ വാട്ട് ഈസ് മെൻ ബൈ വാഷിംഗ് സോഡ. എന്താണ് വാഷിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാഷിംഗ് സോഡ ഇസ് നത്തിങ് ബട്ട് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? വാഷിംഗ് സോഡ എന്ന് വിളിക്കുന്നത്. Na2CO3. നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണക്കാരാരാണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആരാ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണക്കാർ? കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റ് അല്ലേ? ഇവരല്ലേ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണക്കാർ. ആരാ? കാൽഷ്യം ആവാം, മെഗ്നീഷ്യം ആവാം. നിങ്ങൾ അതിലേക്ക് സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡ ആഡ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? എന്താണ് സംഭവിക്കുക? നമ്മുടെ ഈ M എന്ന് പറയുന്ന മെറ്റൽ കാർബണേറ്റുമായി ചേർന്ന് MCO3 എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പം ഇനി മുതൽ വെള്ളത്തിൽ ആരില്ല? നമ്മുടെ M2+ ഇല്ല കേട്ടോ. അവർ വെള്ളത്തിൽ എന്ത് ചെയ്ത് കഴിഞ്ഞു? പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വാട്ടർ ഈസ് ഫ്രീ ഫ്രം M2+ അയോൺസ്. വെള്ളത്തിൽ ഇനി ആരുണ്ടാവില്ല? M2+ അയോൺസ് ഉണ്ടാവില്ല. സോപ്പ് ധൈര്യമായിട്ടുള്ളൂ. സോപ്പ് എന്ത് ചെയ്തോളും? പതഞ്ഞോളും.
ആൻഡ് അലോങ് വിത്ത് ദിസ് ഇതിൻ്റെ കൂടെ ആരും ഉണ്ടാവും? സോഡിയം ക്ലോറൈഡും ഉണ്ടാവും. സോഡിയം ക്ലോറൈഡ്. സിമിലർലി ഈ മെറ്റൽ സൾഫേറ്റിലേക്കാണ് നിങ്ങൾ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡ ആഡ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? മെറ്റൽ കാർബണേറ്റ് ഗെറ്റ്സ് പ്രിസിപ്പിറ്റേറ്റഡ്. മെറ്റൽ കാർബണേറ്റ് എന്ത് ചെയ്തു? പ്രിസിപ്പിറ്റേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആരെ കിട്ടും? സോഡിയം സൾഫേറ്റ് Na2SO4 എന്ന സോഡിയം സൾഫേറ്റും കിട്ടും. ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താണ് കിടക്കുക. പക്ഷേ ഇവർ രണ്ടുപേരും വെള്ളത്തിൽ എന്ത് ചെയ്തു? പ്രിസിപ്പിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഇനി മുതൽ വെള്ളത്തിൽ ആരില്ല? M2+ എന്ന് പറയുന്ന അയോൺസ് ഇല്ല. വാട്ടർ ഈസ് ഫ്രീ ഫ്രം കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസ്, സോ ദാറ്റ് സോപ്പ് വെള്ളത്തിൽ എന്ത് ചെയ്യും? ഭംഗിയായിട്ട് പതഞ്ഞോളും. Okay, so this is the first method what we are calling as treatment with washing soda, that is sodium carbonate. രണ്ടാമത്തെ മെത്തേഡാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. What is the second method for the removal of permanent hardness? രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കാൽഗോൺസ് മെത്തേഡാണ്. കാൽഗോൺസ് മെത്തേഡ് എന്നാണ് രണ്ടാമത്തെ മെത്തേഡ് അറിയപ്പെടുന്നത്. കാൽഗോൺസ് മെത്തേഡ്. This is also known as sequestration. സെക്യൂസ്ട്രേഷൻ എന്നും ഇതറിയപ്പെടാറുണ്ട്. സെക്യൂസ്ട്രേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് നോ വാട്ട് ഈസ് മെൻ ബൈ കാൽഗോൺ. എന്താണ് കാൽഗോൺ എന്ന് ആദ്യം അറിയണം. കാൽഗോൺ എന്നുള്ളത് കാൽഷ്യം ഗോൺ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ആൻഡ് കാൽഗോൺ ഇസ് എ കമേഴ്ഷ്യൽ നെയിം ഓഫ് സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ്. ഇതെല്ലാം ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് പോയോളൂ. സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് കാൽഗോൺ. സോ വാട്ട് ഈസ് ദ കോമ്പൗണ്ട്? സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ് Na6P6O18. ഈ കോമ്പൗണ്ട് വാസ്തവത്തിൽ ആരാന്ന് ചോദിച്ചാൽ കുറേ പേര് Na6PO3 6 ടൈംസ് എന്നെഴുതാറുണ്ട്. Na6PO3 6 ടൈംസ്. കൃത്യമായി പറഞ്ഞാൽ ഇതാരാന്നറിയോ നിങ്ങൾക്ക്? This is Na2 Na4 PO3 6 times. This is the compound. അപ്പോൾ നമ്മൾ പറയുമ്പോൾ Na6P6O18 എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഈ കോമ്പൗണ്ട് Na2 സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് Na4PO3 6 ടൈംസ് എന്നാണ് വരിക. ഇതാണ് കാൽഗോൺ. ഞാൻ ഈ കാൽഗോൺ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നമ്മുടെ ഹാർഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? നോക്കൂ കേട്ടോ, എന്താ സംഭവിക്കുക എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ കോമ്പൗണ്ട് ആരാ? Na2 Na4 PO3 6 ടൈംസ് എന്ന് പറഞ്ഞ ആൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് 2Na+, ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള ഈ രണ്ടെണ്ണമാണ് 2Na+, പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആരൊക്കെ ഉണ്ടാവും? Na4 PO3 6 ടൈംസ് 2- എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരായിട്ട് ഇവർ സ്പ്ലിറ്റ് ആവും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഇതിനകത്തെ ആ സാധനമില്ലേ, രണ്ടാമത്തെ ആനയോണിക് പാർട്ട് Na4 PO3 6 ടൈംസ് 2- എന്ന് പറയുന്ന ഈ ആനയോണിക് പാർട്ട് ഹാർഡ്നെസ്സിന് കാരണക്കാരായ M2+മായി കമ്പൈൻ ചെയ്യും. അപ്പോൾ ചോദിക്കും ആരാണ് ഈ M2+? M2+ എന്ന് പറയുന്നത് MCl2 ആവാം, അല്ലെങ്കിൽ MSO4 ആവാം, എന്തുമാവാം. M2+മായി റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു നോക്കി, ഈ M2+ ഇതിനുള്ളിലേക്ക് കയറും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 Na+കളില്ലേ കുട്ടികളെ, അതിൽ നിന്ന് 2 എണ്ണം പുറത്തേക്ക് പോകും. അതെന്താ 2 എണ്ണം പുറത്തേക്ക് പോയേ? വരുന്നവൻ്റെ ചാർജ് 2+ അല്ലേ, അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ 2 Na+കൾ പോകണം. അപ്പോൾ ആരെ കിട്ടുക? പറഞ്ഞു, Na2M PO3 6 ടൈംസ് 2- പ്ലസ് ആര് പുറത്തേക്ക് ഇറങ്ങി? 2 Na+കൾ പുറത്തേക്ക് ഇറങ്ങി. ഇസ് ദാറ്റ് ക്ലിയർ? 2 Na+കൾ പുറത്തേക്ക് ഇറങ്ങി. കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ M2+ എന്ന് പറയുന്ന ആളായിരുന്നു സോപ്പിന് ഭീഷണി. ഇപ്പോൾ ഈ M2+ എന്ന് പറഞ്ഞ ആൾ ഈ കാണുന്ന സ്പിയറിൻ്റെ ഉള്ളിൽ, ഈ കാണുന്ന സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടില്ലേ? അപ്പോൾ ഇനി സോപ്പിന് പേടിക്കേണ്ട ആവശ്യമില്ല. സോപ്പിനെ ആക്രമിക്കാനായിട്ട് M2+ എന്ന് പറഞ്ഞ ആൾ വെള്ളത്തിൽ ഇല്ല.
സോപ്പ് സുഖമായി വെള്ളത്തിൽ എന്ത് ചെയ്തോളും, പതഞ്ഞോളും. ഇസ് ദാറ്റ് ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി കാണുന്നു കരുതുന്നു. സെക്യൂസ്ട്രേഷൻ മെത്തേഡ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കാൽഗോൺസ് മെത്തേഡ്. എങ്കിൽ അടുത്ത മെത്തേഡ് ഏതാണ്? അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരു അയോൺ എക്സ്ചേഞ്ച് മെത്തേഡാണ്. ഒരു അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ദ മെത്തേഡ് ഈസ് നോൺ ആസ് സിയോളൈറ്റ് മെത്തേഡ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പെർമ്യൂട്ടൈറ്റ് മെത്തേഡ്. നോക്കുക, മൂന്നാമത്തെ മെത്തേഡ് കേട്ടോ, സിയോളൈറ്റ് മെത്തേഡ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പെർമ്യൂട്ടൈറ്റ് മെത്തേഡ്. അതൊരു അയോൺ എക്സ്ചേഞ്ച് മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിയോളൈറ്റ് ഓർ പെർമ്യൂട്ടൈറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. സിയോളൈറ്റ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പെർമ്യൂട്ടൈറ്റ്. ചോദ്യം, എന്താണ് സിയോളൈറ്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് hydrated sodium aluminum silicate. ഹൈഡ്രേറ്റഡ് സോഡിയം അലുമിനിയം സിലിക്കേറ്റുകളെ വിളിക്കുന്ന പേരാണ് സിയോളൈറ്റ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പെർമ്യൂട്ടൈറ്റ്. ഹണി കോംബ് സ്ട്രക്ചറാണ് ഇതിന്. തേനീച്ചക്കൂടിൻ്റെ പോലത്തെ നിറയെ ഹോളുകളുള്ള സ്ട്രക്ചർ, ഹണി കോംബ് സ്ട്രക്ചർ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മൈക്രോപോറസ് സ്ട്രക്ചർ എന്നൊക്കെ പറയും. നിറയെ ഓട്ടകളൊക്കെയുള്ള മൈക്രോപോറസ് സ്ട്രക്ചർ എന്ന് പറയും. സിയോളൈറ്റിൻ്റെ ഫോർമുല നമുക്ക് ജനറലായിട്ട് NaAlSiO4 എന്ന് എഴുതാം. NaAlSiO4. This is hydrated sodium aluminum silicate. Generally we are writing it as NaAlSiO4. പക്ഷേ നമ്മൾ ഇവിടെ ഡിസ്കഷൻ നടത്തുമ്പോൾ ഈ സിയോളൈറ്റിനെ NaZ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. NaZ. അപ്പോൾ Z ആരാന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയാൽ മതി. AlSiO4 മൈനസ് എന്ന് പറഞ്ഞ ആളാണ് Z. കമ്പയർ ചെയ്യും. അപ്പോൾ ഈ AlSiO4 എന്ന് പറഞ്ഞ ആളെ നമ്മളിവിടെ ജനറലായിട്ട് എന്ത് എഴുതി വെച്ചിരിക്കുകയാണ്, Z എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയാം. നോക്കാം, ഞാൻ ഒരു വെസലിനകത്ത് ഈ പറഞ്ഞ സിയോളൈറ്റിനെ ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. സോ ദിസ് ഹാസ് ബീൻ ഫിൽഡ് വിത്ത് സിയോളൈറ്റ്. ഇതിനകത്ത് ആരെ ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്, സിയോളൈറ്റിനെ ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് സിയോളൈറ്റിനെ ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ദിസ് ഹാസ് ബീൻ ഫിൽഡ് വിത്ത് സിയോളൈറ്റ്. ഇത് സിയോളൈറ്റ് ആണെന്ന് മനസ്സിലാകൊണ്ട് വിചാരിക്കുക. സിയോളൈറ്റ്. ഓക്കെ, സിയോളൈറ്റ്. ഞാനിനി ഇതിലേക്ക്, ഇത് സിയോളൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ആരുണ്ട്, ഐ എം സോറി, സിയോളൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു. സോ ഐ ക്യാൻ സേ ദിസ് കണ്ടെയ്ൻസ് NaZ. ഞാൻ ഇതിലൂടെ എന്ത് പാസ് ചെയ്യാണ്, നമ്മുടെ ഹാർഡ് വാട്ടറിനെ പാസ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കുക. ഹാർഡ് വാട്ടറിന് താരമുള്ളത് M2+ എന്ന അയോൺസ് ഉണ്ട്. ഇവരാണല്ലോ സോപ്പിന് ഭീഷണി. ഈ M2+ഉമായിട്ട് സിയോളൈറ്റ് റിയാക്ട് ചെയ്യും. സിയോളൈറ്റ് NaZ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അയോൺ എക്സ്ചേഞ്ച് നടക്കും. എന്ത് അയോൺ എക്സ്ചേഞ്ച്? ഈ സിയോളൈറ്റ് Na+ ഇങ്ങോട്ട് കൊടുക്കും, വെള്ളത്തിലേക്ക് കൊടുക്കും. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് MZ2 പിടിച്ചെടുക്കും, M2+ പിടിച്ചെടുക്കും, M2+ പിടിച്ചെടുക്കും. അപ്പോൾ എന്തുണ്ടാവുക, വെള്ളത്തിലേക്ക് ആര് പോയി, Na+ ഇറങ്ങിപ്പോയി. വെള്ളത്തിലേക്ക് Na+ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇതാരായി മാറി, MZ2 എന്ന കോമ്പൗണ്ടായി മാറി. MZ2 എന്ന കോമ്പൗണ്ടായി മാറി. ഇനി പേടിക്കണ്ട, താഴെ നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളത്തിൽ Na+ ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന Cl- SO4 ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ പേർക്ക് സംശയമായി, ഇതെവിടുന്ന് Cl- SO4 ഒക്കെ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ കുട്ടികളെ, പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണക്കാരാരാ, MCl2 അല്ലെങ്കിൽ MSO4. ഇതിൽ ഈ SO4-നെയും അതേപോലെ തന്നെ Cl2-നെയും മാറ്റിക്കളയുമ്പോഴാണ് ഇത് M2+ എന്ന് പറഞ്ഞ ആളായി മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ M2+ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം, ഇതിൻ്റെ കൂടെ Cl- ഉണ്ട് അല്ലെങ്കിൽ SO4 ഉണ്ട്. അപ്പോൾ താഴെ എത്തുന്ന വെള്ളത്തിൽ പ്യുവർ വാട്ടർ ആയിരിക്കുമോ? ഒന്ന് പറ, താഴെ നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം പ്യുവർ വാട്ടർ ആയിരിക്കുമോ? ഒരിക്കലും അത് പ്യുവർ വാട്ടർ അല്ല. ആ വെള്ളത്തിൽ നോക്ക്, ആരുണ്ടാവും, Na+ ഉണ്ടാവും.
ആ വെള്ളത്തിൽ Cl- ഉണ്ടാവും, ആ വെള്ളത്തിൽ SO4 2- ഉണ്ടാവും. ശരിയല്ലേ? പക്ഷേ വെള്ളത്തിൽ M2+ ഇനി ഉണ്ടാവില്ല. കാരണം M2+ സിയോളൈറ്റുമായി റിയാക്ട് ചെയ്തിട്ട് MZ2 ആയി മാറി. അപ്പോൾ താഴെ എത്തുന്ന വെള്ളത്തിൽ ഒരു കാരണവശാലും M2+ ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം സോഫ്റ്റ് ആണ്, വെള്ളത്തിൽ സോപ്പ് എന്ത് ചെയ്യും? പതയും. പക്ഷെ പ്രശ്നം അവിടെയല്ല. കുറേ നേരം അങ്ങനെ ഞാൻ ഈ സിയോളൈറ്റിലൂടെ ഇത് കടത്തിവിട്ടാൽ ഈ കംപ്ലീറ്റ് സിയോളൈറ്റും എന്തായി മാറും മക്കളെ? എന്തായി മാറും? MZ2 ആയി മാറില്ലേ? യെസ് ഓർ നോ? ഇത് കംപ്ലീറ്റ് ആരായിട്ട് മാറിയിട്ടുണ്ടാവും? MZ2 ആയി മാറിയിട്ടുണ്ടാവും. റൈറ്റ്? സോറി, ആരായി മാറിയിട്ടുണ്ടാവും? MZ2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദ സിയോളൈറ്റ് ഹാസ് ബീൻ എക്സോസ്റ്റഡ്. തീർന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു റീജനറേറ്റ് ദ സിയോളൈറ്റ്. എനിക്ക് സിയോളൈറ്റിനെ റീജനറേറ്റ് ചെയ്യണം. എന്താണ് ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ടത്? വാഷ് ദ എക്സോസ്റ്റഡ് സിയോളൈറ്റ് വിത്ത് സോൾട്ട് സൊല്യൂഷൻ. ഉപ്പുവെള്ളം ഉപയോഗിച്ചത് കഴുകിയാൽ മതി. ഉപ്പുവെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ? കഴുകാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ എന്താ സംഭവിക്കുക? എന്താ നോക്കിയേ, നമ്മുടെ സിയോളൈറ്റ് ഇപ്പോൾ MZ2 എന്ന് പറഞ്ഞിട്ടല്ലേ ഇരിക്കണേ, അത് ഉപ്പുവെള്ളവുമായി ചേരും. ദാറ്റ് മീൻസ് NaCl aqueous ചേരും. എന്നിട്ട് വീണ്ടും ഒരു അയോൺ എക്സ്ചേഞ്ച് വഴി Naയും Z-ഉം ചേർന്ന് സിയോളൈറ്റ് റീജനറേറ്റ് ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? സിയോളൈറ്റ് ഹാസ് ബീൻ റീജനറേറ്റഡ്. ആൻഡ് അലോങ് വിത്ത് ദിസ്, ഇതിൻ്റെ കൂടെ ആരുണ്ടാവും? MCl2 ഉണ്ടാവും. ആ MCl2 വെള്ളത്തിലേക്ക് എത്തും. അപ്പോൾ MZ2 ആയി മാറിയ ഈ സാധനം എന്ത് ചെയ്യപ്പെട്ടു? വീണ്ടും സിയോളൈറ്റായി മാറി, അതായത് NaZ ആയിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ റിയാക്ഷനിൽ ഹാർഡ്നെസ്സിലെ കാരണക്കാരനായ M2+നെ സിയോളൈറ്റ് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അങ്ങനെ കുറേ പ്രാവശ്യം സിയോളൈറ്റ് ഉപയോഗിച്ച് ഹാർഡ്നെസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സിയോളൈറ്റ് മുഴുവൻ ആരായി മാറും? MZ2 ആയി മാറും. അപ്പോൾ ആ MZ2 ആയി മാറിയിരിക്കുന്നതിൽ നിന്നും സിയോളൈറ്റിനെ റീജനറേറ്റ് ചെയ്യാൻ ഉപ്പുവെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി? കഴുകിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ഹോപ്പ് ദിസ് മെത്തേഡ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. എല്ലാവർക്കും സിയോളൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള അയോൺ എക്സ്ചേഞ്ച് മെത്തേഡും പിന്നീട് സിയോളൈറ്റ് എക്സോസ്റ്റഡ് ആയി കഴിയുമ്പോൾ സിയോളൈറ്റിനെ റീജനറേറ്റ് ചെയ്യിക്കുന്ന മെത്തേഡും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് ദ നെക്സ്റ്റ് മെത്തേഡ്. അടുത്ത മെത്തേഡിലേക്ക് പോവാം. അടുത്ത മെത്തേഡും ഒരു അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് തന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് യൂസിങ് സിന്തറ്റിക് റെസിൻസ്. ഞാനത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയാണ്. സിന്തറ്റിക് റെസിൻസ് എന്ന് പറയുന്ന ഈ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സിയോളൈറ്റ് മെത്തേഡ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന സിന്തറ്റിക് റെസിൻസ് മെത്തേഡും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണെന്നല്ലേ സിന്തറ്റിക് റെസിൻസ് മെത്തേഡ്? നമുക്കൊന്ന് നോക്കാം. ഈ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ സിയോളൈറ്റായി ഉപയോഗിച്ചത് NaZ ആണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഓർഗാനിക് പാർട്ടാണ്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് RNA. RNA നമുക്ക് ഒന്ന് കളർ മാറ്റി കൊടുക്കാം. RNA എന്നറിയപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. RNA സെയിം പ്രോസസ്, അബ്സല്യൂട്ട്ലി ദർ ഈസ് നോ ചേഞ്ച്. ഹാർഡ് വാട്ടറിലുള്ള M2+ അയോൺസ് ഈ NaRുമായി റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സോഡിയം അയോൺസിനെ വിട്ടുകൊടുക്കുന്നു, M2+ എടുക്കുന്നു. അപ്പോൾ ഇവിടെ MZ2 കിട്ടിയതിന് പകരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ആരെയായിരിക്കും? MZ2 കിട്ടിയതിന് പകരമായിട്ട് ഇവിടെ കിട്ടുന്നത് MR2 എന്ന് പറഞ്ഞ ആളായിരിക്കും കിട്ടുക. MR2. എന്നിട്ട് വെള്ളത്തിലേക്ക് ആരെ ഡൊണേറ്റ് ചെയ്യും? Na+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യും. കുറേ നേരം ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഓർഗാനിക് റെസിൻ RNA എന്ന് പറയുന്ന ഈ ഓർഗാനിക് റെസിൻ കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറും? MR2 ആയി മാറും. അപ്പോൾ നമുക്ക് ഓർഗാനിക് റെസിൻ റീജനറേറ്റ് ചെയ്യണ്ടേ? എന്ത് വെച്ച് വാഷ് ചെയ്യണം? ഉപ്പുവെള്ളം വെച്ച് വാഷ് ചെയ്യുക. ഉപ്പുവെള്ളം വെച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ MR2 എന്ന് പറയുന്ന ആൾ ഉപ്പുമായി റിയാക്ട് ചെയ്തിട്ട് വീണ്ടും ഒരു അയോൺ എക്സ്ചേഞ്ച് വഴി ആര് റീജനറേറ്റ് ചെയ്യപ്പെടും? പറ. നമ്മുടെ ഓർഗാനിക് റെസിൻ റീജനറേറ്റ് ചെയ്യപ്പെടും. സോ സിയോളൈറ്റിൽ കണ്ട അതേ മെത്തേഡാണ്. ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ ചേഞ്ച്. ആകെയുള്ള വ്യത്യാസം സിയോളൈറ്റിൽ Z എന്ന് എഴുതിയിരുന്ന സ്ഥലത്ത് ഇവിടെ ആര് വന്നു?
ആർ വന്നു എന്നേ ഉള്ളൂ. ആർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് പാർട്ട്. അതാണ് ഈ സിന്തറ്റിക് റെസിൻസ് മെത്തേഡിൽ ഉള്ള വ്യത്യാസം. അപ്പോൾ സിയോളൈറ്റ് മെത്തേഡ് പഠിച്ചെടുപ്പിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് സിന്തറ്റിക് റെസിൻസ് മെത്തേഡും ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ആസ് യു ക്യാൻ സീ ദ വെരി സെയിം മെത്തേഡ് അബ്സല്യൂട്ട്ലി ദർ ഇസ് നോട്ട് ചേഞ്ച്. ഓക്കെ, നൗ നമുക്കിനി പറയാനുള്ള മെത്തേഡ് നമുക്ക് അടുത്ത ഒരു സെഷനിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സെഷൻ കുറച്ച് ലെങ്തി ആയിപ്പോയി, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ഭാഗം കൂടി ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ സോ ദാറ്റ് വി ക്യാൻ ഇൻട്രാക്ട് ഡയറക്ട്ലി ആൻഡ് ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ്. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ, കാരണം ഇത്തിരി ടഫായിട്ടുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ഡൗട്ടുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.